ഹായ് ഗായ്സ്, ഏവർക്കും എൽസ്റ്റാ സ്റ്റഡി ടിപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CA ഫൗണ്ടേഷൻ്റെ കാര്യം കേട്ടോ. അപ്പം CA ഫൗണ്ടേഷനാണ് നമ്മളുടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. CA ഫൗണ്ടേഷനകത്തെ പേപ്പർ 4 ആണ് കേട്ടോ. പേപ്പർ 4ൻ്റെ അകത്ത് തന്നെ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ്. എന്താണ് എക്കണോമിക്സ് എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം വീഡിയോയ്ക്ക് ചെറിയ ഡിസ്ട്രാക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഞാൻ ചെറിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്തേക്കനെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. അത് സെൽഫായിട്ടൊന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഇത് ഞാനൊരു നോട്ട് പ്രിപ്പയർ ചെയ്തേക്കനെയാണ്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് എക്കണോമിക്സ് എന്ന് നോക്കാം. അപ്പം എന്താണ്, വാട്ട് ഈസ് എക്കണോമിക്സ്? അപ്പം ആദ്യം തന്നെ സ്കാർസിറ്റി ഡെഫിനേഷൻ. അത് ആരാണ് ഡെഫിനേഷൻ ചെയ്തിരിക്കുന്നത്? ലയണൽ റോബിനാണ് എന്ത് ചെയ്തേക്കണേ, സ്കാർസിറ്റി ഡെഫിനേഷൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ഈ മാർക്കർ ഒന്ന് മാറ്റിക്കോട്ടെ. അപ്പോൾ ഈ ഡെഫിനേഷനിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡെഫിനേഷൻ എക്കണോമിക് ആസ് the science which study human behavior as a relationship between ends and square means which have ordinary use. അപ്പം സയൻസ് ഒരു സയൻസാണ്. എന്തിനെക്കുറിച്ച് പറയും? ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന സയൻസ്. ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്ക്വയർസ് മീൻസ് വിച്ച് ഹാവ് ഓർഡിനറി യൂസസ്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നില്ല, വലിയതായിട്ട് പറഞ്ഞു തരാം, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ട് ഹ്യൂമനിന് എന്തുണ്ട്? അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സ് ഉണ്ട്. പക്ഷേ എന്താണുള്ളൂ, ലിമിറ്റഡ് റിസോഴ്സ് ഉള്ളൂ. നമുക്ക് ആ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ഓർഡിനറി യൂസേഴ്സ്. അത് ഉദാഹരണമാണ് താഴെ പറഞ്ഞേക്കണേ. നമുക്കൊരു 1000 രൂപ, ഇപ്പം ഒരു സ്റ്റുഡൻ്റ്, നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് എന്ത് ചെയ്യാം, A എന്ന ഫാദർ B എന്ന സണ്ണിന് എന്ത് കൊടുത്താണ്? സമ്മാനമായിട്ട് കൊടുത്താണ് ഈ 1000 രൂപ. ഈ 1000 രൂപയും കൊണ്ട് ആ സണ്ണ് എന്തൊക്കെ ചെയ്യാം? സിനിമയ്ക്ക് പോവാം കൂട്ടുകാരുടെ ഒപ്പം, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ട്സിനൊപ്പം ട്രിപ്പായിട്ടൊക്കെ പോയി കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ബിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ബുക്ക് മേടിക്കാൻ സാധിക്കും. ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട്. ഇതെല്ലാം കൂടി ചെയ്യാമെന്ന് വെച്ചാൽ സാധിക്കില്ല. ഏതെങ്കിലും ഒന്നാണ് തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ലയണൽ റോബി ഡിഫൈൻസ് ദാസ് എക്കണോമിക് ആസ് ദ സയൻസ് വിച്ച് സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ്. ഹ്യൂമൻ്റെ സ്വാഭാവികങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറും അവരുടെ റിലേഷൻ ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്ക്വയർസ് എന്ന് വെച്ചാൽ ലിമിറ്റഡ് മീൻസ് വിച്ച് ഹാവ് ഓർഡിനറി യൂസസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇത്ര കാര്യത്തിൽ റിമെമ്പറായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സ് ആർ ലിമിറ്റഡ്. റിസോഴ്സിന് എന്തുണ്ട്? ഓർഡിനറി യൂസസ് ഉണ്ട്. ദേ ആർ ദ പ്രോബ്ലം ഓഫ് ചോയ്സ്. ഇവിടെ നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്? ഒരു ചോയ്സസിൻ്റെ നമുക്ക് തിരഞ്ഞെടുക്കുക എന്നൊരു പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇവിടെ ഉണ്ടാവുന്നുണ്ടല്ലേ. റിമെമ്പർ ഈച്ച് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. അപ്പോൾ ഇപ്പോൾ ഓർക്കുക, നമുക്ക് വാണ്ട്സ്, നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്? അൺലിമിറ്റഡാണ്. നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. പക്ഷേ നമുക്കതിനനുസരിച്ചുള്ള എന്തില്ല, റിസോഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാം എന്ത് ചെയ്യാൻ പറ്റില്ല, സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കറക്റ്റായിട്ടൊരു ചോയ്സ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലേ. ഇപ്പോൾ നമുക്കൊരു +2 കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചോയ്സസ് ഉണ്ട്. നമുക്ക് ഡിഗ്രിക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സസിന് പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ജോബിന് നോക്കാം. അപ്പോൾ നമ്മുടെ ചോയ്സാണ് എന്ത് നമുക്ക് ചെയ്യാം. അത് ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളൂ. നമുക്കതിൽ വേറെ നോക്കാം. നമുക്കൊരു ബർത്ത്ഡേ വന്നു. ബർത്ത്ഡേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ മിഠായി മേടിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കേക്ക് മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ജിലേബി മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലഡ്ഡു മേടിച്ചു കൊടുക്കാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മധുരമായിട്ടുള്ള സംഭവം എന്ത് ചെയ്യാം, കൊടുക്കാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് ലിമിറ്റഡ് ആയിട്ട് എന്തൊരു റുപ്പീസുള്ളൂ. എല്ലാം കൂടി ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള മണി ഉണ്ടാവണം അല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ 1 or 2 ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. അപ്പോൾ ഇതെപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ. ഞാൻ ഇന്ന് വലിയ ഒത്തിരി ആയിട്ടൊന്നും പഠിപ്പിക്കില്ല. വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അവർക്ക് എന്തുണ്ട്? ഓർഡിനറി യൂസസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ എന്തൊരു പ്രോബ്ലം ഉണ്ട്? പ്രോബ്ലം ഓഫ് ചോയ്സസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഒത്തിരി ഒന്നുമില്ല. ഈ ആദ്യത്തെ സ്കാർസിറ്റി ഡെഫിനേഷൻ എന്ത് ചെയ്യുക, എല്ലാവരും പഠിക്കുക കേട്ടോ. ലയണൽ റോബി ഡിഫൈൻ എക്കണോമി ആസ് ദ സയൻസ് വിച്ച് സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻ ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്ക്വയർ മീൻസ് വിച്ച് ഹാവ് ഓർഡിനറി യൂസസ്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് ഇന്നത്തെ വീഡിയോ പറയുന്നുള്ളൂ. ഒത്തിരി ഒന്നും എന്തില്ല, ഭാരമായിട്ടൊന്നും തരുന്നില്ല. സിമ്പിളായിട്ട് പഠിച്ച്
നമുക്ക് നല്ല ഒരു ഓർമ്മയിൽ നിൽക്കും കേട്ടോ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതുപോലെ നിങ്ങൾക്കും പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ.